जाने ज़माना, यादें हमेशा हंसता रहा। जिंदा सफर की यादों की बारात चलता रहा। फना लम्हात की खुशनुमा हर चांदनी, बीतना ये पल, बीतना ये पल, दिल की इल्तिजा, बीतना ये पल। फना लम्हात की बीतना ये पल, बीतना ये पल, दिल की इल्तिजा, बीतना ये पल। हुस्नमा ये जहां। ഇനി മുതൽ നിങ്ങൾ ഒന്നല്ല രണ്ടല്ല ഒരു ശരീരമാണ് എന്നറിവ് ചിന്തിച്ചോളെ. വിവാഹം എന്ന പവിത്രമായ ജീവിത അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ കൃപയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേണ്ടിയുള്ള ജീവിത യാത്രകളിൽ കൃപയും സമാധാനവും ശാന്തിയും ധൈര്യതയും വലിയ നിസ്വാർത്ഥമായ മനോഭാവം നൽകി മകൻ അനുഗ്രഹിക്കണമേ. ഹൃദയത്തിലെ ദൃഢതയും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി വിവാഹ വാഗ്ദാനം നടത്താനുള്ള അനുഗ്രഹം ഈ മകനും ഇവന്റെ നിയുക്ത വധുവിനെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ ഈ സമയം കാനായിലെ കല്യാണങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭവനത്തിന് കൃപയും അനുഗ്രഹവും മാത്രം നീ നൽകണം. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറവേറി നിന്റെ വലിയ കൃപ കൊണ്ട് ഈ ഭവനത്തിന് ധന്യമാക്കണമേ. ഹൃദയമായി ചിതിനെയും ആനനെയും ഇവിടെ സന്നിഹിതരെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ. നിന്റെ പിതാവും ദർശിധാരണവുമായ സർവേശ്വരായ നീക്കും. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight.
രാവുകൾ മെല്ലെ നീങ്ങുന്നു, കണ്ണുകൾ കൊള്ളവെയുള്ള നീറുന്നു. നിൻ വിരൽ തുമ്പുകൾ മിന്നലാകുന്നു, നിൻ സ്വരം പോലും നീണമാകുന്നു. നെഞ്ചിളം കുഞ്ഞുപോൽ മേച്ചുവെക്കുന്നു. മിന്നി കണ്ണു ചിമ്മി നിന്നെ നോക്കി പാവപോൽ ഞാനിരിപ്പു വിങ്ങി വിങ്ങി. ഒന്നു മിണ്ടാൻ ഒന്നടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശിക്ഷകരോട് ഞങ്ങൾ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ആൻഡ്രൂസിനെയും ജിതിനെയും അനുഗ്രഹിക്കണമേ. നിൻമുഖം വീണ്ടും വന്നിതാ നിറയെ, ഉൾച്ചിരാതിൽ നീ തൊടുമ്പോൾ വെണ്ണിലാക്കാലം പിന്നെയും തെളിയേ. പതിയെ ഇതാ തരുശാഖകൾ ഹരിതാഭമായി വിരിയേ. വരവായിതാ പുതുയാത്രയിൽ തുണയോർമകൾ ഹരികേ. പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാ നിറയെ. ഗമവനേ സദാ മേരെ ഫനരെ പോയൊരാ പുലരികൾ ഈ വഴി വരും. ആർദ്രമായി മഴവിരൽ നമ്മളെ തൊടും. എഴുതാൻ മറന്നൊരാ അനുരാഗഗീതകം ഒരു കാറ്റിതാ പാടി നിൻ കാതിൽ. എൻ മിഴിപ്പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാ നിറയെ. ആ
സാന്ധ്യമാം കടലിതിൽ സൂര്യനായി സഖി അലിയുന്നു നിന്നിലെ ഒരു തുള്ളി ജീവനായി അടരാതിനി ചേർന്നിതാ നമ്മൾ പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാ നിറയെ ഉൾച്ചിരാതിൽ നീ തൊടുമ്പോൾ വെണ്ണിലാക്കാലം പിന്നെയും തെളിയേ പതിയേ ഇതാ തരുശാഖകൾ ഹരിതാഭമായി വിരിയേ വരവായിതാ പുതുയാത്രയിൽ തുണയോർമകൾ ഹരികെ. എന്നാൽ ജനജീവിതം എന്നാൽ എനിക്ക് ആരും തമ്മിലുള്ള വിവാഹം ഏറ്റവും കൃപയായി നടക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഏറ്റവും സന്തോഷത്തോടെ ഈ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി സഹോദരനും സഹോദരിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഈ തരുണത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെയും അതുപോലെ തന്നെ പ്രസാദ് അച്ഛനെയും ഫ്രിൻഡ് അച്ഛനെയും കനേഡിയൻ അച്ഛനെയും വിക്സൺ അച്ഛനെയും ഞങ്ങളുടെ ഈ ഇടവകയിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിലും അതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവരുടെ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാതെ നിഷ്ഠാരൂപേണ ഞങ്ങളെ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ ബന്ധുപരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്കും വേണ്ടി ഈ വിശുദ്ധ കൂദാശ യോഗ്യതയോട് പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു പറയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക.
നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തേക്ക് വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിന്ദിനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ എല്ലാ പ്രതിഷ്ഠാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തെയും നാഥായി നീക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും മഹത്തുനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരി, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. വിശുദ്ധ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അൻശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം, പാതകൾക്കു വിളക്കായി മാറും സ്നേഹത്തിൻ
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്തുകൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തിരുന്നത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിവാഹം എന്ന ഉദാശ സ്വീകരിക്കുന്ന ജിതിൻ, ആൻഡ്രോസ്, ഈ ദേവാലയത്തിലുള്ള എല്ലാവരുടെയും പേരിൽ ജിതിനും ആൻഡ്രോസിനും വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേടുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകൾ ഇവരുടെ കുടുംബത്തിനുണ്ട്. ജീനച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച ദിവസമാണ്. ഒരു കുടുംബ സംഗമം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പെട്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ജീനച്ഛൻ്റെ കൂടെ വർഷങ്ങൾ പരിശീലനം ലഭിച്ച് പൗരോഹിത്യം സ്വീകരിച്ച അച്ഛൻ്റെ വാർഷികാരിൽ അച്ഛൻ്റെ കൂടെ ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്നു. ജിതിൻ്റെ കുടുംബത്തിലേക്ക് മറ്റൊരു കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്ന ദിവസം, ജീനച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച ദിവസം. ഇങ്ങനെ ഈ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ ദേവാലയത്തിലേക്ക് ഉദാശ പരിക്രമണം ചെയ്യപ്പെടുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഉദാശകളെ കുറിച്ച് കേൾക്കുന്ന ചെറിയൊരു നിർവചനം ഇങ്ങനെയാണ്: അദൃശ്യമായ പ്രസാദവരത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് ഉദാശകൾ എന്നാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ മധ്യയാണ് വിവാഹം എന്ന കൂദാശ പരിക്രമണം ചെയ്യപ്പെടുന്നത് എന്നത് അതിൻ്റെ പ്രാധാന്യത്തെ നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കി തരാനായിട്ട് സഭ നൽകിയിരിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ കൂദാശ സമയത്ത് ആശീർവദിക്കപ്പെടുന്ന ഈ കൂദാശയിൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഈ ദേവാലയമായിട്ട് ക്ഷണിച്ചതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സാന്നിധ്യം ആദ്യം മുതൽ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. പിന്നീടുള്ള തിരുവചന ഭാഗം ഇങ്ങനെയാണ്: യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നത്. വളരെ ക്ഷണിക്കപ്പെട്ട രീതിയിലാണ് യേശുവും അപ്പസ്തലന്മാരും അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജിതിൻ്റെയും ആൻഡ്രോസിൻ്റെയും കുടുംബജീവിതത്തിലേക്ക് യേശുവും ശിഷ്യന്മാരും നിരന്തരമായിട്ട് ക്ഷണിക്കപ്പെട്ട് ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കാനുണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം
ഈ പ്രതിസന്ധിയിൽ ആദ്യം ഇടപെടുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധി മേഖലകളിൽ ജിതിൻ്റെയും ആംഗ്ലോസിൻ്റെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കുറവുകളുടെയും മേഖലയിൽ ഇടപെടാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു കാര്യം മാത്രമേ പരിശുദ്ധ അമ്മ പറയുന്നു, പരിഹാര മാർഗങ്ങളും ഉണ്ടാവാം. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനെ സാധിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാനായിട്ട് സ്വീകാര്യമായിട്ട്. തുടർന്ന് അങ്ങോട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത്ഭുതമായി അടയാളമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ജിതിൻ്റെയും ആൻഡ്രോസിൻ്റെയും ജീവിതത്തിൽ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തിൻ്റെതുപോലെ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഒരു സമ്പന്നത ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഈ തിരുവചന ഭാഗം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുറവുകളെ ദൈവത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കാനായിട്ട് കഴിയണം എന്നാണ്. ഇന്ന് നാം ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതുമായ ഒരു തത്വചിന്ത, ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, എനിക്ക് പരസഹായം ആവശ്യമില്ല എന്നാണ്. അവിടെയാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ സമൂഹ ജീവിതവും ഒക്കെ താളം തെറ്റുന്നത്. എനിക്ക് കുറവുകളുണ്ട്, ആ കുറവുകൾ പരിഹരിക്കപ്പെടാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ ആശ്രയിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയും തുടരെയായിട്ട് നമ്മളോട് പറയുകയും ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്നാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ രൂപപ്പെടുക. അതുകൊണ്ട് ജിതിനും ആൻഡ്രോസും കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് ഇന്ന് തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹരിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ അംഗീകരിക്കുവാനും അവ പരിഹരിക്കപ്പെടേണ്ടത് പരസ്പരമുള്ള സഹായത്തോടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ പറയുന്നു, നല്ല വീഞ്ഞ് ഇതുവരെയും നീ സൂക്ഷിച്ചു വെച്ചു വെക്കും. ജിതിന് ദൈവത്തിൻ്റെ മുമ്പിൽ പറയാനായിട്ട് കഴിയണം, ആൻഡ്രോസ് എന്ന നല്ല വീഞ്ഞ് എനിക്ക് വേണ്ടി ഇതുവരെയും കാത്തു സൂക്ഷിച്ചവനാണല്ലോ അങ്ങ്. ആൻഡ്രോസിനും അതുപോലെ പറയാൻ കഴിയണം, ജിതിൻ എന്ന നല്ല വീഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടി നൽകിയവനാണല്ലോ. ആ നന്ദിയോടുകൂടി ആയിരിക്കാനായിട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർത്ഥമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും കൂടി തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മധുരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പ്രിയ സഹോദരി, ഇവർ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന നൽകുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ജിതിനെയും ആൻഡ്രോസിനെയും
കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യാൻ ഈ എളിയവനായ ദാസനെ നീ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. ആമേൻ. സ്നേഹിതരെ, വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. രണ്ടുപേരുടെയും ഭാഗത്ത് സാക്ഷികൾ വന്നിട്ടുണ്ടെങ്കിൽ മുമ്പിലേക്ക് നിൽക്കാനായിട്ട് ഇതിൻ്റെ ഭാഗത്തൊരു സാക്ഷി മുന്നിലേക്ക് നിൽക്കാവോ? നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൻഡ്രൂസിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ആൻഡ്രൂസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരും ലഭിക്കുന്ന താലിയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന വിശുദ്ധ കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തിന് വിശ്വസ്തതയുടെ അടയാളമായി പരസ്പരം അണിയാൻ പോകുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രങ്ങളാൽ പരിശുദ്ധാത്മാക്കളെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രക്കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്റെ ധരിക്കുവാനി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിന് നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടെ വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം
ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവൃത്തികളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെ പാപങ്ങളുടെ കര കഴുകി കളയും. ഞങ്ങളെ ഉറച്ച വിശ്വാസത്തോടുകൂടെ കൈക്കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നീക്കി സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സഹോദരേ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി വയോജനമായ രഹസ്യങ്ങൾ ഉദാശിക്കുന്നു. പുരോഹിതൻ തന്റെ വാസം വഴി സമാധാനം സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥന നൽകുന്നു. കടവന്താന്റെ വിചാരങ്ങൾ സഹോദരയെ ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈ നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം
ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവാത്മന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടെ നിങ്ങളെ കാത്തുപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരം വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ വിശുദ്ധ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറെന്ന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ ജിതിന്റെയും ആൻഡ്രോസിന്റെയും കൂടെ ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരോടും പങ്കുചേർന്ന് ദൈവം നിങ്ങളെ സമൃദ്ധമായി ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ബലിപീഠമേ സ്വസ്തി. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹം എന്ന കുദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിക്കുന്ന ജിതിനെയും ആൻഡ്രോസിനെയും ആശീർവദിക്കണമേ. അവരുടെ അനുദിന ജീവിതത്തിൽ കാണുന്നവരുടെ മാതൃകയും വഴികാട്ടിയുമാകണമേ. ആത്മികവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി അവർക്ക് നൽകണമേ. തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. Sunset falls in Wichita, yeah, the dances through the blue. Wheat fields catch a glimpse of heaven, makes me think of you. And even when you're miles away, you're always on my mind. Lord knows you're in my heart, even when I close my eyes. You are golden, precious as a prayer flying up through the air while the rain is falling. Golden, timeless as a kiss, baby, I don't wanna miss another perfect moment to tell you how you make me feel the day you strolled in. My heart was stolen, 'cause you are golden.
smallest parts of who you are everything to me. From the way you laugh to the way you cry to the way you love on me. Shadows run and darkness fades when you come around. My single star amongst the gray, always shining down. Yeah, you are golden, precious is a prayer flying up through the air while the rain is falling gold. ना जिया जिंदगी एक पल भी तुझसे होके जुदा, सुन जरा बिन तेरे मुझसे नाराज था दिल, तू मिला है तो है कह रहा। मैं तो तेरे रंग में रंग चुका हूँ, बस तेरा बन चुका हूँ। मेरा मुझ में कुछ नहीं, सब तेरा। मैं तो तेरे ढंग में ढल चुकी हूँ, बस तेरी बन चुकी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। मैं तो तुझे मिलके जी उठी हूँ, तेरी धड़कन में छुपी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा।
first. Our handsome groom, Jidin Joseph, is son of Mr. Joseph C.A. and Mrs. Teresa Joseph. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Mr. Joseph C.A. is from Chirayan family. I am so excited to introduce Jidin's amazing big brother, Father Jean Chirayan, who is Assistant Vicar of St. Francis Xavier Church, Belur, living his priestly life. I welcome you, Father, to the stage. It is with great pleasure that I welcome you both to the stage. Mr. Sunny T.A. is from Chirayan family and his wife, Mrs. Mary, is from Chirayan family, settled in Colony, Thrissur. Now let me introduce Anne's brother, Mr. Amal Sunny. He is working as assistant manager. I welcome you to the stage. Now it's time to welcome our stunning stars of the day. On behalf of their family, friends and relatives who are here, I welcome our handsome groom Jidin Joseph and bride Anne Rosen. ഒത്തിരി സ്നേഹത്തോടെയും നിറകൈകളോടെയും കൂടി ജിതിൻ ചേട്ടനെയും ആൻ ചേച്ചിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Teresa Joseph, he is from Chirayan family, who has completed his masters in commerce and is currently working as airman analyst. Anne Sunny is daughter of Mr. Sunny T.A. and Mrs. Mary Sunny. അപ്പോൾ അതിനു മുൻപ് എല്ലാവരും അവരവരുടെ സീറ്റിൽ തന്നെ ഇരുന്ന് കുറച്ചു നേരം ഒന്ന് കണ്ണടച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആശകളെയും പ്രത്യാശകളെയും ദൈവത്തിന് സമർപ്പിക്കാം. Heavenly Father, we invite your presence in this ceremony. Thank you. അടുത്തത് തിരിതെളിയിക്കൽ ചടങ്ങാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന എന്ന ബൈബിൾ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തിരിതെളിയിക്കൽ കർമ്മത്തിലേക്ക് കടക്കാം. Now I humbly invite Jidin and Ambrose to light the lamp together, creating the circle of life to share their love and commitment towards each other forever.
Thank you.
आया आराध्या பக்கமிருந்தால் கெட்டுப் போவேன், தள்ளியிருந்தால் நல்லவனாவேனே. உன் புன்னகை என்னை கொய்வது பொய்யாமை, என்னை மென்மை செய்வது மெய்யா. ஆராத்யா என் ஆராத்யா, என் இதய துணைவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, கலவியின் தலைவியே ஆராத்யா. அதோடு நான் சொன்ன ஓர் சொல் உன் தோள் விழுந்து உன் மார்பில் உடைகின்றதோ. மார்போடு நான் தந்த ஓர் முத்தம் மேலேறி மோட்சங்கள் அடைகின்றதோ. சொல்வாயா செய்வாயா கொல்வாயா, மீண்டும் கொள்வாயா. ஆராத்யா என் ஆராத்யா, என் இதய துணைவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, கலவியின் தலைவியே ஆராத்யா. தெய்வங்கள் பொய் என்று நீ தோன்றும் முன் நம்பினே. அச்சங்கள் வீணென்று பேயெல்லாம் பொய் என்று நீ தோன்றும் முன் நம்பினே. அஞ்சாதே கொஞ்சாதே நீங்காதே, என்னாலும் என்னை நீங்காதே. நெருங்காதே விலகாதே, உன் பக்கம் இருந்தால் கெட்டுப் போவேன், தள்ளி இருந்தால் நல்லவனாவேனே. உன் புன்னகை என்னை கொய்வது பொய்யாமை, என்னை மென்மை செய்வது மெய்யா. ஆராத்யா என் ஆராத்யா, என் இதய துணைவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, கலவியின் தலைவியே ஆராத்யா. मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई. रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां, काजल की सिया
कितनों की लव स्टोरी यहाँ केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रैन सारी तेरी खैर मनाऊं केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रैन सारी तेरी खैर मनाऊं पतझड़ के मौसम में भी रंगी चनारों जैसी झनके सन्नाटों में तू वीणा के तारों जैसी सदियों से भी लंबी ये मन की अमावस्या है और तू फुलझड़ियों वाले त्योहारों जैसी चंदा भी दीवाना है तेरा जलती है तुझसे सारी चकोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമെല്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും പൊരുകില്ലേ വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠ ഈശോയുടെ ഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും പാപം ചെയ്യാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും സമമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ ഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ വിശുദ്ധ യോസേഫ് പിതാവേ വിശുദ്ധ മാർഗരീത മറിയമേ ഞങ്ങൾക്ക് ഉപേക്ഷിക്കണമേ കണ്ണിൽ മിന്നായമോ വർണ്ണപ്പൂക്കാലമോ സുഖമെന്നെന്നും നെഞ്ചാകെ പണ്ണരുളി
വലിയ ദിനമിനി വരുമിതിലേ നെഞ്ചങ്ങൾ ഒന്നായല്ലോ അകലങ്ങൾ മായുന്നല്ലോ അറിയാതോരോ ചുണ്ണത്തും ഇനി അഴകും ഒരു ചിരി വിരിയുകയോ മെല്ലെ എന്നെ സ്നേഹം വീണ്ടും പുൽകും നാളല്ലോ ഇന്നെന്റെ ആണൻ സ്വന്തമാണ് നീ കാണും തീരം മോഹം തീരെ താരാട്ടുമോ കിനാവാണോ ഇതേ മനസ്സെന്നും തേടും നിമിഷമിതോ ഇതാരോ കരങ്ങളിൽ എനിക്കേകും ഏതോ ഒരു വരമോ മൗനങ്ങൾ തീരുന്നല്ലോ ഈണങ്ങൾ ചേരുന്നല്ലോ കുളിരെന്തോ ഒന്നായേ ഇരുകരളിനും ഇനി മുതൽ ഒരു സ്വരമോ തോരോരം നീ ചേരില്ലേ വഴിനീളെ പൂമൂടില്ലേ तेरी मेरी गल्लाए होगी मशहूर करना कभी तू मुझे नजरों से दूर किथे चलिए तू किथे चलिए तू किथे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं ना रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटूं कैसे राता ओ सावरे जिया नहीं जाता सुन बावरे के राता लंबे आ रे कटे तेरे संगे आ रे के राता लंबे आ रे कटे तेरे संगे आ रे